എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നത്. ആ ആൾക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചു. ആദ്യം വേണ്ടെന്നൊക്കെ വെച്ചതാണ്. കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മറ്റാരെക്കുറിച്ചും അല്ല നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിയാക്ട് ചെയ്ത ഒരു വ്ളോഗറുണ്ട്, സജീന വ്ളോഗ്സ്. നമ്മൾ അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനവർ ഉത്തരവുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ആക്ച്വലി ഇന്നലെ ഞാൻ ഒരു യാത്രയിലായിരുന്നു. എറണാകുളം വരെ പോയിട്ട് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ ആ വീഡിയോ കണ്ടു. വരുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന് ആ വീഡിയോ കണ്ടു. ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല അവർ മറുപടി പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത്. എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം, ഇവരുടെ നിലപാടില്ലായ്മയെക്കുറിച്ചൊന്നും സംസാരിച്ചു. ഇവരുടെ നിലപാടില്ലായ്മ വിത്ത് എവിഡൻസ് വെച്ചാണ് സംസാരിച്ചത്. അതിലേക്ക് നമുക്ക് വരാം. ഇവർ മറുപടി തന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ കുറേ ചാനലുകളിൽ, ഇപ്പം മലയാളത്തിലുള്ള കുറേ ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സീരിയലുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഇതുവരെയും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് സീരിയലുകളുടെ കട്ട്സും അതുപോലെ കോമഡി പ്രോഗ്രാമുകളുടെ കട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് മറുപടി തന്നു. ശരിക്കും അത് കണ്ടപ്പോൾ ഇവരൊരു ആക്ട്രസ് ആണ്, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രമേഷ് പിഷാരടി, രമേഷ് ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും നല്ലൊരു ആക്ട്രസ് ആണ്, അത് ഒരു തർക്കവും ഇല്ല. അതെനിക്ക് മനസ്സിലായ കാര്യം. അതിലുപരി ഇവരൊരു തെലുങ്ക് സിനിമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പാൻ ഇന്ത്യൻ ആക്ട്രസ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരി നാരി നടുവ മുരാരി എന്ന് പറയുന്ന സിനിമ, നടുവ മുരൈ എന്നാണ് അവർ പറഞ്ഞത്, പക്ഷേ നടുവ മുരാരി എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയിൽ അഭിനയിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആളൊരു നല്ല അഭിനേത്രിയാണ്, നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതൊക്കെ ആ ഒരു ആൻസറിൽ നിന്ന് മനസ്സിലായി. സജീന വ്ളോഗ്സിൻ്റെ ആ ഒരു മറുപടിയിൽ നിന്ന് ആ ഒരു കാര്യം വ്യക്തമായി. അത് മാത്രമാണ് വ്യക്തമായത്. അല്ലാതെ ഞാൻ ചോദിച്ച മറ്റു ചില മെയിൻ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് അറിയാത്തൊരു കാര്യം ചോദിച്ചതാണ്. പക്ഷേ അതല്ലാതെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചു പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. രേണുസുതിയാണല്ലോ ടോപ്പിക്ക്. അപ്പോൾ അതിൽ കിച്ചു പറഞ്ഞ വിഷയമായിട്ട് കിച്ചു പറഞ്ഞു, ഫിറോസ്ക്ക് ആ വീട് വെച്ച് കൊടുത്തതിൽ അവർക്ക് ആ വീട്ടിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് തന്ന വീടാണെങ്കിൽ ഞാൻ അതിനകത്തൊരു തെറ്റും പറയുന്നില്ല, കുറ്റം പറയുന്നില്ല, സോ ഫിറോസിക്കായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സജിൻ എന്തുകൊണ്ട് സംസാരിച്ചില്ല ഞാൻ ചോദിച്ചു. കാരണം രേണുവിൻ്റെ എന്ത് കാര്യവും എടുത്തു വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സജിൻ ഈ വിഷയത്തിൽ മൗനമായിട്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. കാരണം അവിടെ കിച്ചു സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ സജിൻ അവിടെ ഒന്നും മിണ്ടിയില്ല. അതിന് സജീനയുടെ ഈ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, അതിനകത്ത് ഞാനിതിന് ആൻസർ പറയുന്നത് കിച്ചുവിൻ്റെ അഭിപ്രായം പറഞ്ഞതല്ലേ, അവരുടെ പേഴ്സണൽ കാര്യമല്ലേ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം രേണുസുതിയുടെ പേഴ്സണൽ കാര്യങ്ങൾ തന്നെയല്ലേ. എല്ലാ കാര്യങ്ങളും നിങ്ങളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും രേണുസുതിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബിഷപ്പിനെ ഞാൻ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞില്ല. ബിഷപ്പ് ഓരോ ആളുകളുടെയും ചാനലുകളുടെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ്, അനാവശ്യമായിട്ട് എൻ്റെയൊക്കെ പേരുകൾ വലിച്ചഴക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ബിഷപ്പിനെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കുറേ ചാനലുകളുടെ താഴെ ബിഷപ്പ് പോയി കമൻറ്റ് ചെയ്തെന്ന് പറയുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് ബിഷപ്പ് നിങ്ങളുടെ പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ട കമൻറ്റുകൾ എന്ന് പറയുന്നത് ആ വീഡിയോ ചെയ്ത ആൾക്കാരെ ബിഷപ്പ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് നന്മ വരട്ടെ, നിങ്ങൾ നന്നായിട്ട് വരട്ടെ എന്ന രീതിക്ക് ബിഷപ്പ് അവരോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നത് കേട്ടതൊന്നും ബിഷപ്പിന് എവിടെയും ഒന്നും സംസാരിക്കാൻ പാടില്ല, കമൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, കയറിക്കിടക്കാൻ വകയില്ലാതിരുന്ന വ്യക്തിക്ക്, വകയില്ലാതിരുന്ന സമയത്ത് കൊല്ലം സുധിയുടെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം എഴുതി കൊടുത്തു, ഇഷ്ടദാനം എഴുതി കൊടുത്തു. ഇതാണ് ബിഷപ്പ് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റ്. ഇപ്പോൾ അന്ന് ബിഷപ്പ് മഹാനായിരുന്നു, ഇന്ന് ബിഷപ്പ് ഒരു ഫ്രോഡായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്നു. ഞാൻ ബിഷപ്പിനെ ന്യായീകരിക്കാൻ വരുന്ന ഒരാളൊന്നുമല്ല, എനിക്ക് ബിഷപ്പിനെ നേരിട്ട് പരിചയവുമില്ല. പക്ഷേ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി കൊടുത്തതിൻ്റെ പേരിൽ ലോകത്ത് ആദ്യമായിട്ട് ചീത്ത കേൾക്കുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ ബിഷപ്പായിരിക്കും. അങ്ങനെ ചീത്ത പറഞ്ഞപ്പോൾ അതിനെതിരെ ആൾക്കാർ റിയാക്ട് ചെയ്തതിന് താഴെ അദ്ദേഹം വന്ന് നിങ്ങൾക്ക് നന്മ വരട്ടെ, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞു. അതിലെവിടെയാണ് നിങ്ങളെ പരാമർശിക്കുന്നത്? നിങ്ങളെ അദ്ദേഹം കുറ്റപ്പെടുത്തിയത് എവിടെയാണ്? ഏത് കമൻറ്റ് ബോക്സിലാണ്? നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞെങ്കിൽ ഓക്കെ, നിങ്ങളുടെ പേര് ബിഷപ്പ് എവിടെയും സംസാരിച്ചതായിട്ട് എനിക്കറിയില്ല. രേണു മോശമായിട്ട് സംസാരിച്ചപ്പോൾ പോലും നിങ്ങളിരുന്ന് ചിരിക്കുകയാണ് ചെയ്തത്. രേണുവിൻ്റെ കൂടെ ഇരുന്ന്, നിങ്ങളൊരു നല്ല സുഹൃത്താണെങ്കിൽ രേണു നീ അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം ബിഷപ്പ് നിനക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു, അപ്പോൾ നീ അത് എപ്പോഴും ഒരു നന്ദിയുള്ള ഒരാളായിരിക്കണം. നീ ഒരിക്കലും ഇങ്ങനെ അദ്ദേഹത്തെ കളിയാക്കുകയോ ചീത്ത പറയുകയോ അയാൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പോലും നീ അത് മൈൻഡ് ചെയ്യാതെ വിട്ടേക്കണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു നല്ല സുഹൃത്തായിരുന്നുവെങ്കിൽ നിങ്ങൾ രേണുവിന് പറഞ്ഞു വിലക്കുകയുള്ളൂ. എപ്പോഴും നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നത്, തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ കൂട്ടുകാർ ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് വിലക്കുക ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് ലൈവ് പോവുകയാണ്, നിങ്ങളിപ്പോൾ രേണുവിൻ്റെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയോ രേണുവിനെ സഹായിച്ച ഒരാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളൊരു നല്ല കൂട്ടുകാരിയായിരുന്നെങ്കിൽ നിങ്ങളവിടെ പറഞ്ഞു വിലക്കും, അല്ലാണ്ട് രേണുവിനെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യില്ലായിരുന്നു. നിങ്ങൾ പറയും നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്ന് പറയും. നിങ്ങൾ ആ വീഡിയോക്ക് അത് ആ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. കാര്യം ഇവിടെ
ആ വസ്തു കിട്ടിയ കിച്ചു പോലും തെറ്റു പറയുന്നില്ല. കിച്ചു പോലും വളരെ മെച്ചുവേർഡായിട്ട് സംസാരിക്കുമ്പോൾ കിച്ചുവിനെക്കാളും കിച്ചുവിൻ്റെ അമ്മയുടെ പ്രായമുണ്ട് നിങ്ങൾക്ക്. എന്നിട്ടും നിങ്ങൾ രേണുവിൻ്റെ കൂടെ നിന്നിട്ട് ഈ വസ്തു കൊടുത്ത ആളെയും വീട് വെച്ച് കൊടുത്ത ആൾക്കാരെയും എന്തൊക്കെയാണ് പറയുന്നത്? അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നില്ലേ? തൻ്റെ തെറ്റ് മനസ്സിലാക്കാതെ, തനിക്ക് വരുന്ന മിസ്റ്റേക്ക് മനസ്സിലാക്കാതെ പിന്നെയും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് പുച്ഛമാണ്, സഹതാപമാണ്. എനിക്ക് അവരോട് പുച്ഛമാണ്, എനിക്ക് നിന്നോട് പുച്ഛമാണ്. ഈ പുച്ഛമൊക്കെ ഒരു നാൾ അവസാനിക്കും. കാരണം കർമ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്. കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കും. എത്ര ഉയർന്നു പറഞ്ഞാലും ഒരു ദിവസം നമ്മൾ താഴെ വന്ന് നിന്നേ പറ്റൂ. ആ ഒരു സമയത്തായിരിക്കും ചെയ്തു പോയ തെറ്റുകളും പറഞ്ഞു പോയ വാക്കുകളെ കുറിച്ചൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നത്. രേണു ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും സപ്പോർട്ട് ചെയ്ത് രേണു മദ്യപിക്കുന്ന കാര്യം ഞാൻ അവിടെയാണ് നിങ്ങളുടെ നിലപാടില്ലായ്മ പറഞ്ഞത്. രേണുവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് രേണു സംസാരിച്ചപ്പോൾ ആ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ വന്ന് സംസാരിച്ചത് രേണു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. ഒരു സെലിബ്രിറ്റി ആയ രേണു അങ്ങനെ മദ്യപിക്കുന്ന കാര്യം റിയലായിട്ട് വന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെ നിങ്ങൾ രേണുവിനെ വിളിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രേണു ഒരിക്കലും അങ്ങനെ ചെയ്യും. രേണു റീച്ചിന് വേണ്ടി, രേണു ഒന്ന് ഡൗൺ ആകുമ്പോൾ അവൾ മീഡിയയുടെ മുന്നിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി. ഇത് നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഞാനത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞ പോയിന്റ് വെച്ചാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു രേണു കുടിക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രേണു കുടിക്കുകയാണെങ്കിൽ അത് അവളുടെ ഇഷ്ടമല്ലേ? ഇതാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ നിലപാടില്ലായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മറുപടി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയണം. അല്ലാതെ നിങ്ങൾ ചില കാര്യങ്ങൾ മറുപടി പറയുക, ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ മറുപടി ഇല്ല. കിച്ചുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് അവിടെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കിച്ചുവിൻ്റെ കാര്യം കിച്ചു പറയുന്നതല്ലേ. നിങ്ങളുടെ എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നപ്പോൾ? ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട് രേണുവിന് മദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല രേണു മദ്യപിക്കോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അന്നെന്താ പറഞ്ഞത്? രേണു നിങ്ങൾക്ക് ഇട്ട് തന്നതാണ്, നിങ്ങളെല്ലാം വിഡ്ഢികളായതുകൊണ്ടാണ് നിങ്ങളത് വിശ്വസിച്ചത്. രണ്ടാമത്തെ വീഡിയോ പറയുന്നു രേണു മദ്യപിക്കോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല, രേണു മദ്യപിക്കുമെന്ന് രേണു പറയുമ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ വീഡിയോ പറയുന്നു രേണുവിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് രേണു മദ്യപിക്കുമെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ചോദിച്ച് സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളത് റിയാക്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഈ രണ്ട് കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അതുലിനാണ്. എനിക്ക് മറുപടി തരുമ്പോൾ അവിടെ എന്തിനാണ് അതുലിനെയും ഷഫീന ചേച്ചിയൊക്കെ വിളിച്ച് വരുത്തുന്നത്? അവിടെ എന്തിനാണ് അവരെ വലിച്ചിടുന്നത്? അതിനോട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതിനോട് അങ്ങനെയാണ് പറഞ്ഞത്, അതിൻ്റെ കോൾ റെക്കോർഡ് ഇങ്ങനെയായിരുന്നു, എൻ്റെ കയ്യിൽ കോൾ റെക്കോർഡ് ഉണ്ട്. അതുപോലെ കോൾ റെക്കോർഡിൻ്റെ കാര്യം രേണുവിൻ്റെ ആ ചേച്ചിയെ കൊണ്ട് ബിഷപ്പിൻ്റെ സ്റ്റാഫിനെ വിളിപ്പിച്ചിട്ട് ആ കോൾ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞുണ്ടാക്കുന്നു എൻ്റെ കയ്യിൽ ബിഷപ്പിൻ്റെ എല്ലാം തകർക്കുന്ന ഒരു അസ്ത്രമുണ്ട്, ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ വന്ന് പറയുന്നു അതൊക്കെ വെറുതെയാണ്, ബിഷപ്പിനെതിരെ ഒരു കോൾ റെക്കോർഡിംഗും ഇല്ല, അതും ഞങ്ങൾ ഇട്ട് കൊടുക്കുക നിങ്ങളാരാ? അല്ല, റിയാക്ഷൻ വ്ളോഗേഴ്സിന് ടോപ്പിക് ഇട്ട് കൊടുക്കുക നിങ്ങളാരാ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നാട്ടിൽ ടോപ്പിക്കിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് രേണുവിനെയും ഈ ജാസിയും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൊള്ളത്തോളം കാലം ഒരു കുറവും വരില്ല കണ്ടന്റിന്. അതുകൊണ്ട് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോട് റെസ്പെക്ട് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞൊരു കാര്യം, അതായത് നിങ്ങൾ അഭിനേത്രിയാണ്, അഭിനയിക്കുന്ന ഒരാളാണ്, നടിയാണ് എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്കറിയാത്തൊരു കാര്യം നിങ്ങളത് എനിക്ക് മനസ്സിലാക്കി തന്നു. കുറച്ച് സീരിയൽസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ കോമഡി പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്, സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളുടെ പേര് നിങ്ങൾ പറഞ്ഞു. അതിൽ ഒരു സിനിമ നിങ്ങൾ പറഞ്ഞ തെലുങ്ക് സിനിമയുണ്ടല്ലോ, ആ തെലുങ്ക് സിനിമയ്ക്കകത്ത് നിങ്ങൾക്കൊരു സർപ്രൈസ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ സിനിമ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ തെലുങ്കും മലയാളം കാണണം കേട്ടോ, എങ്കിലേ മനസ്സിലാവുള്ളൂ ആ സർപ്രൈസ് എന്താണെന്നുള്ളത്. തെലുങ്കും മലയാളം കാണണം, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനൊരു സർപ്രൈസ് നിങ്ങൾക്ക് ആ സിനിമയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് മറുപടി അല്ല, കാരണം ഇതിന് മറുപടി പറയാൻ മാത്രം അതിനകത്തൊന്നുമില്ല. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നൊരു പഴമൊഴി നമ്മുടെ നാട്ടിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നിങ്ങൾ പറയുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, നീ കൊണ്ട് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നീ എന്താ നെവർ മൈൻഡ്, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അല്ലാണ്ട് മറുപടി അതിനകത്ത് ഇല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിലല്ല നിങ്ങൾ മറുപടി പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ നിലപാടില്ലായ്മയെക്കുറിച്ചാണ്. ആ വിഷയത്തിൽ നിങ്ങൾ തൊട്ടിട്ടില്ല. മറ്റെന്തോ കാര്യങ്ങൾ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ അന്ന് എന്തൊക്കെയോ ഞാനിങ്ങനെയാണ് നീയൊക്കെ എന്തെങ്കിലും വിചാരിച്ചോ, നെവർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോവുകയാണ്. നിങ്ങൾ മറുപടി തന്ന ഒരേ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളൊരു അഭിനേത്രിയാണ് എന്ന് നിങ്ങളവിടെ എനിക്ക് പ്രൂവ് ചെയ്തു തന്നു. അതായത് ഞാൻ ഇന്ന പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, സോ അത് ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തു. നിങ്ങൾ നല്ലൊരു അഭിനേത്രിയാണ്. ഞാൻ പിന്നെ ചിന്തിച്ചൊരു കാര്യം എന്താ അറിയോ, ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരാൾ, ഇത്രയധികം പ്രോജക്റ്റുകൾ ചെയ്ത ഒരാൾ, എന്തിനാണ് രേണുവിനെ പോലെ നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന, രേണു പറഞ്ഞ കള്ളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഇനിയും പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞ കള്ളം എന്ന് പറയുന്നത് രേണുവിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു, ഫ്ലവേഴ്സിൻ്റെ ഷോയിൽ നോണ പറഞ്ഞത്. രണ്ടാമത്തെ നോണ എന്ന് പറയുന്നത് രേണുവിൻ്റെ ജോലിയെക്കുറിച്ചായിരുന്നു, എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞൊരു നോണ. മൂന്നാമത്തെ നോണ എന്ന് പറയുന്നത് രേണുവിൻ്റെ മദ്യപാനത്തെക്കുറിച്ചായിരുന്നു. അതിന് മുന്നേ തന്നെ വിവാഹത്തിനെക്കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞു ഞാൻ സുധിയേട്ടനെ മാത്രമേ മനസ്സിലുള്ളൂ, വേറെ ആരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവിടെ ആരും ചോദിച്ചില്ല. ഈ ചോദ്യങ്ങളെല്ലാം രേണു തന്നെ ഉത്തരം വരാൻ വേണ്ടി മീഡിയക്കാരോട് പറഞ്ഞു കൊടുത്ത് ചോദിപ്പിക്കുന്നതാണെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ വീടിൻ്റെ വിഷയത്തിനകത്ത് ആ മീഡിയക്കാരൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയി എന്നാണ് രേണു പറയുന്നത്. ഈ ചോദിക്കുന്നത് മഴക്കാലത്തല്ല, വെയിലുള്ള സമയത്ത് തന്നെയാണ്.
പുറത്ത് നിന്നാണ് ചോദിക്കുന്നത്. പുറത്ത് നിൽക്കുന്ന മീഡിയക്കാരൻ എങ്ങനെ അറിയാം രേണുവിൻ്റെ വീട്ടിനകത്ത് ചോർച്ചയുണ്ടെന്ന്? എങ്ങനെ അറിയാൻ പറ്റും? രേണു പറയാതെ, രേണുവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ പറയാതെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അവിടെ മുതലാണ് ഈ കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വീടിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ്. അന്ന് തിരിഞ്ഞു നോക്കി അന്ന് സഹായിച്ച എല്ലാവരെയും രേണു ഇന്ന് ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. ബിഷപ്പ് ആയിക്കോട്ടെ, ഫിറോസിക്ക ആയിക്കോട്ടെ, താജ് പത്തനംതിട്ട ആയിക്കോട്ടെ, ഇവരെല്ലാം രേണു എന്ത് ചെയ്തു? പുച്ഛിച്ചു. അന്ന് രേണുവിൻ്റെ വായിക്കാത്ത നാവുണ്ടോ എന്ന് മറ്റേ തപ്പി നോക്കേണ്ട ഒരു അവസ്ഥയാണ്. വളരെ പതുക്കെ സംസാരിക്കുന്ന രേണു ഇപ്പം വളരെ ഉച്ചത്തിൽ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ, പറയുന്ന വാക്കുകൾ എന്നെ സഹായിച്ച വ്യക്തികളെ അധിക്ഷേപിക്കുന്ന ലെവലിലാണെന്ന് മാത്രം. ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഫിറോസ് ഇക്ക എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം പോലെ ചിരിക്കുകയാണ്. വീട് കൊടുത്ത സമയത്ത് ഈ ഫിറോസിക്കയുടെ ഓഡിയോക്കകത്ത് പറയുന്നുണ്ട്, വീട് കൊടുത്ത സമയത്ത് ഫിറോസിക്ക എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ രേണു ഇപ്പോൾ പറയുന്നത് ഫിറോസ് ഇക്ക എന്ന ലെവലാണ് സംസാരിക്കുന്നത്. അത്രമാത്രം ആ വ്യക്തി മാറിപ്പോൾ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവേ ഉണ്ടാവത്തുള്ളൂ. നെഗറ്റീവ് റീച്ചാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു രേണു സുധിയുടെ റീച്ച് കണ്ടിട്ടല്ല ഞാൻ രേണുവിൻ്റെ കൂടെ കൂടിയതെന്ന്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഇത് ഞാൻ രേണുവിനും കൂടി വേണ്ടി പറയുന്നതാണ്. സജീന വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിലെ സജീന വീഡിയോ ചെയ്തതിന് ശേഷം രേണുവിന് എതിർപ്പുകളാണോ അല്ലെങ്കിൽ വിമർശനങ്ങളാണോ അതോ രേണുവിനെ ആളുകൾ സ്നേഹിക്കുകയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ തന്നെ, നിങ്ങൾ എനിക്ക് മറുപടി തന്ന വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ പോലും നോക്കിയേ. അതിനകത്ത് എത്ര കമൻറ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ഉണ്ട്? ഒരാൾ മാത്രമാണ് കണ്ടിന്യൂസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് കമൻറ്റുകളും നിങ്ങൾക്കെതിരാണ്. അതിൽ പോലും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഗാലറി നിങ്ങൾക്കെതിരാണെന്നുള്ളത്. അതായത് ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളെപ്പോഴും പറയുന്നതാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും നിങ്ങൾ തെറി പറയുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത ആൾക്കാരെ പോലും നിങ്ങൾ തെറി പറയുകയാണ്. അതും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ മറുപടി എന്ന് പറയുന്നത് അതിനകത്തൊന്നും തോന്നിയില്ല. നിങ്ങൾ ആക്ട്രസ് ആണ് എന്ന് കാണിച്ച ആ ഒരു വിഷയമല്ലാതെ ഞാൻ ചോദിച്ച മറ്റൊരു കാര്യങ്ങളിലും നിങ്ങളൊരു വ്യക്തമായ മറുപടി അവിടെ പറഞ്ഞിട്ടില്ല. ഈ വിഷയം ഒരു സബ്ജക്റ്റേ അല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് അറിയാത്ത കാര്യം ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അത് സബ്ജക്റ്റേ അല്ലായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം ഇവിടെ നിൽക്കുന്നു. ഏതാ? നിങ്ങളുടെ നിലപാടില്ലായ്മയാണ് ഞാൻ ചോദിച്ചത്, ചൂണ്ടിക്കാണിച്ചതും ചോദിച്ചതും. അതിനെക്കുറിച്ച് നിങ്ങൾ തൊട്ടിട്ടില്ല, സംസാരിച്ചിട്ടേ ഇല്ല. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള, ഇതൊരു മറുപടിയായിട്ട് കാണണ്ട. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയൂ ഇനി എന്താണ് വേണ്ടതെന്ന്. ഞാൻ എന്തായാലും ഈ വിഷയം ഇവിടെ വിടുകയാണ് തൽക്കാലത്തേക്ക്. ടീം സജീന വരികയാണെങ്കിൽ, വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വരികയാണെങ്കിൽ ബാക്കി നമുക്ക് അപ്പം സംസാരിക്കാം. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.